സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ എന്ന് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തൻ്റെ പുരുഷവൃത്തി ലാഭേച്ഛയില്ലാതെ നിറപടിയായി നിവർത്തിക്കുകയും എന്നാൽ സ്വന്തം ചെലവുകൾക്കായി കൂടാരപ്പണി ചെയ്ത് ജീവിക്കുകയും ചെയ്ത ആളായിരുന്നു ജാതികളുടെ അപ്പോസ്തലനായിരുന്ന പൗലോസ്ലീഹ. അപ്പോസ്തല പ്രവർത്തികൾ 18:3, ഫിലിപ്പിയർ 4:11-19 വരെ. എന്നാൽ ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട് എന്ന് എബ്രായർ 7:5-6 സംഖ്യാപുസ്തകം 18 കാണുന്നു. അബ്രഹാം യഹോവയുടെ പുരോഹിതനായ മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തിരുന്നു. അതുപോലെ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്നും വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണെന്നും ആത്മീയ നന്മകൾ നൽകുന്നവർക്ക് ഭൗതിക നന്മകൾ പങ്കിടണമെന്നും പഴയ നിയമത്തിലെ തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ്ലീഹ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 25:4, 1 കൊരിന്ത്യർ 9:9. മാലാഖി 3:10 എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കിയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സ്വന്തം ഉപജീവനത്തിനായി സമയം മാറ്റിവെക്കാതെ സ്വന്തം ജനതയ്ക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നവർക്ക്, വചനം പഠിപ്പിക്കുന്നവർക്ക്, വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവനെല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്ന ഗലാത്യലേഖനം 6:10 വരെയുള്ള വചനങ്ങൾ നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. വചനം പഠിക്കുന്നവരുടെ കടമ ചെയ്യുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.